ജനപ്രിയ റിയാലിറ്റി ഷോ ബിഗ് ബോസ് മലയാളം സീസൺ 6 വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു. ബിഗ് ബോസ് സീസൺ 6-ലെ മത്സരാർത്ഥിയായ ജാസ്മിനുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന പ്രതിസുത വരൻ അഫ്സൽ അമീർ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. ബിഗ് ബോസ് ഷോ കാരണം കുടുംബം നശിച്ചു എന്നാണ് ഈ യുവാവ് പറയുന്നത്. ബിഗ് ബോസ് ഷോയിൽ ജാസ്മിനും ഗബ്രി എന്ന് പറയുന്ന രണ്ട് മത്സരാർത്ഥികൾ തമ്മിലുള്ള ബന്ധം ഏറെ ചർച്ചയായതോടെ ജാസ്മിനുമായുള്ള ബന്ധത്തിൽ നിന്ന് താൻ പിന്മാറുന്നുവെന്നാണ് അഫ്സൽ അമീർ പറയുന്നത്. താൻ ഉപയോഗിച്ച് വലിച്ചെറിയേണ്ട വസ്തുവാണെന്നാണ് അവൾക്ക് തോന്നിയതെന്ന് മനസ്സിലാക്കുന്നുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ യുവാവ് പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. ഒരു പൊതുവേദിയിൽ എങ്ങനെ ചതിക്കുന്നു എന്നത് വ്യക്തമാകണമെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം നടന്ന ബിഗ് ബോസ് വാരാന്ത്യ എപ്പിസോഡ് ഏറ്റവും നല്ല ഉദാഹരണമാണെന്നും താൻ മാനസിക തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുമാണ് അഫ്സൽ അമീർ പറയുന്നത്. അഫ്സൽ അമീറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ഷോയിൽ അവളുടെ പാർട്ട്ണറായാണ് അവൾ എന്നെ പരിചയപ്പെടുത്തിയത്. ഇപ്പോൾ എൻ്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിന് സമാനമാണ്. ഈ ഷോ ദിവസങ്ങൾക്കുള്ളിൽ ജീവിതം നശിപ്പിക്കും. അവളുടെ കുടുംബവും സുഹൃത്തുക്കളും ഉൾപ്പെടെ എത്രയെത്ര ജീവിതങ്ങളെ ഇത് ബാധിച്ചുവെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല. മാധ്യമങ്ങളോടും യൂട്യൂബർമാരോടും എനിക്ക് പേഴ്സണൽ സ്പേസ് നൽകാനും വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയോ മനഃപൂർവ്വം എന്നെ ഈ ലൂപ്പിലേക്ക് വലിച്ചിടുകയോ ചെയ്യരുതെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അവൾ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കട്ടെ. എനിക്ക് ഈ പ്രശ്നം ഇനി കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ നിശബ്ദനായിരുന്നു. കാരണം എനിക്കെൻ്റെ മാനസികാവസ്ഥ നല്ലതായിരുന്നില്ല. പക്ഷേ ഈ പെൺകുട്ടി കാരണം എനിക്ക് കൂടുതൽ അപമാനം സഹിക്കാൻ കഴിയില്ല. എനിക്ക് കൈകാര്യം ചെയ്യാവുന്ന പരമാവധി അവസ്ഥയിലാണ് എൻ്റെ മാനസികാവസ്ഥ. സഹിക്കാവുന്നതിനും ഒരു പരിധിയുണ്ട്. ഒരു പുരുഷനും ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നത്തിലൂടെ ആരും കടന്നുപോയിട്ടുണ്ടാകില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ പേരിൽ അവളെ പിന്തുണയ്ക്കുന്നവർ എന്നെ വെറുത്തേക്കും. പക്ഷേ ഞാൻ എന്താണ് അനുഭവിച്ചത് എന്ന് എനിക്ക് വ്യക്തമാണ്. ജാസ്മിൻ എൻ്റെ ജീവിതം, എൻ്റെ വികാരങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം വെച്ച് കളിച്ചു. ആത്മാർത്ഥമായ റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് ഇതൊരു പാഠമാണ്. അവളുടെ ആദ്യ ബ്രേക്കപ്പിന് ശേഷം അവളുടെ പ്രണയം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ജാസ്മിനൊപ്പം നിന്നു. ഞാൻ എൻ്റെ സ്വന്തം കുടുംബത്തിനെതിരെ പോലുമായി. എന്നിട്ടും ഇതാണ് എനിക്ക് ലഭിച്ചത്. അവൾ കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. 7 മാസത്തെ വളരെ അധികം സ്നേഹം നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ബന്ധം. ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കറിയാം അത് എത്ര ആഴത്തിലുള്ളതാണെന്ന്. ഈ നാടകം കാണുമ്പോൾ ഞാൻ ഞങ്ങളുടെ ആ ബന്ധത്തിൽ അത്ര ആത്മാർത്ഥത പുലർത്തിയെന്നത് മനസ്സിലാക്കുന്നു. ഞാൻ ഉപയോഗിച്ച് വലിച്ചെറിയേണ്ട വസ്തുവാണെന്നാണ് അവൾക്ക് തോന്നിയതെന്ന് മനസ്സിലാകുന്നു. ഒരു പൊതുവേദിയിൽ എങ്ങനെ ചതിക്കുന്നു എന്നത് വ്യക്തമാകണമെങ്കിൽ ഇന്നലെ നടന്ന ബിഗ് ബോസ് വാരാന്ത്യ എപ്പിസോഡ് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇതുവരെ ഞാൻ ജാസ്മിൻ്റെ ബി ആവശ്യങ്ങളും മറ്റും കാര്യങ്ങളും മുടങ്ങാതെ കൈകാര്യം ചെയ്തത് ഞാനാണ്. എന്നാൽ ഇനി എനിക്കതിന് കഴിയില്ല. ഞാൻ എന്തിനു ചെയ്യണം? ജാസ്മിൻ ഒരു നല്ല ഗെയിമറാണ്. എന്നാൽ അവളുടെ പങ്കാളിയുടെ വികാരങ്ങൾ വെച്ച് കളിക്കുന്നത് ഒരിക്കലും ധാർമ്മികമല്ല. മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നു: അവളുടെ മുമ്പുള്ള ബ്രേക്കപ്പിന് ഞാനല്ല കാരണം. ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ചിത്രങ്ങളോ വീഡിയോകളോ നിരത്തി അവളെ തരം താഴ്ത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെൻ്റെ ധാർമ്മികമായി ശരിയല്ല. ഞാൻ അവൾക്കും അവളുടെ കുടുംബത്തിനും എന്തായിരുന്നുവെന്ന് അവളുടെ മാതാപിതാക്കൾക്കറിയാം. പക്ഷേ അവൾ എന്നോട് എന്താണ് ചെയ്തത് ഞാൻ ഒരിക്കലും പൊറുക്കില്ല. നിങ്ങൾ കളിക്കുന്ന ഈ നാടകമെല്ലാം പൊതുജനം കാണുന്നുണ്ട്. അവളുടെ സ്വകാര്യ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എൻ്റെ പക്കലുള്ളതിനാൽ അവൾ എത്രമാത്രം വെറുപ്പ് സമ്പാദിക്കുന്നുവെന്ന് എനിക്കറിയാം. അതുപോലെ ഞാൻ പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് 100-ലധികം തവണ ജാസ്മിൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഹൗസിനുള്ളിലെ പ്രണയം പ്രായോഗികമല്ലാത്തതിനാൽ ഞാൻ പുറത്തുള്ള വ്യക്തിയോട് സ്നേഹം പുലർത്തുന്നുവെന്ന് പറയുന്നത് എത്രത്തോളം വെറുപ്പുള്ള വാക്കാണെന്നത് പ്രേക്ഷകർ മനസ്സിലാക്കണം. കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ബന്ധത്തിൽ നിങ്ങൾ പങ്കാളിയോട് സത്യസന്ധത പുലർത്തുകയും പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കുകയും വേണം. കമ്മിറ്റഡ് ആണെങ്കിൽ ഒരിക്കലും ആശയക്കുഴപ്പമുണ്ടാക്കരുത്. എൻ്റെ മാനസിക സ്ഥിതി ഒരിക്കലും ചർച്ച ചെയ്യപ്പെടില്ലെന്നും ആത്മാർത്ഥമായ ബന്ധത്തിലായിരിക്കുമ്പോൾ വഞ്ചന അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ എങ്ങനെയാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കില്ലെന്നും എനിക്കറിയാം. എനിക്ക് ഉറക്കെ കരയാൻ പോലും കഴിയുന്നില്ല ഈ വേദനയിൽ. അവളുടെ ഈ മണ്ടൻ പരിപാടി പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അത് ചെയ്യണം. പക്ഷേ ഇനിയും എന്നെ അപമാനിക്കരുത്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് ഞാൻ അവളെ സ്നേഹിച്ചു എന്നതാണ്. യഥാർത്ഥത്തിൽ എനിക്കുള്ളതെല്ലാം കൊണ്ട് ഇതുവരെ ഞാൻ അവളുടെ കുടുംബത്തിന് വൈകാരിക പിന്തുണ നൽകി. പക്ഷേ ഇതാണ് എനിക്ക് പ്രതിഫലമായി ലഭിച്ചത്. അവളുടെ വാഗ്ദാനങ്ങൾ വായുവിൽ ലയിച്ചു. എൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുന്നിൽ ഞാനൊരു ജോക്കറായി. ഇനിയില്ല, ഞാനിത് അവസാനിപ്പിക്കുന്നു. വഞ്ചനയെ മഹത്വൽക്കരിക്കുന്ന ചില പ്രേക്ഷകർക്ക് നന്ദിയുണ്ട്. ഇതാണ് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ച പ്രതിസുത വരൻ്റെ വാക്കുകൾ. എന്നാൽ ഇപ്പോൾ ഈ ബന്ധം പോലും ബിഗ് ബോസ് ഷോ കാരണം തകർന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.